പഞ്ചായത്ത് പ്രസിഡന്റിനെ ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. കൊന്നത്തടി പഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ റനീഷ് നമുക്കൊപ്പം ചേരുന്നു. രമ്യ, ഈ അമ്മയുടെ ഈ ഒരു ബുദ്ധിമുട്ട് അറിഞ്ഞിരുന്നോ? ഒരു വയോധികയാണ് പങ്കജാക്ഷി. ഇപ്പോൾ സുരേഷ് വീട് പൂട്ടിപ്പോയിരിക്കുകയാണ്. രാവിലെ അറിയിച്ചത് 10 മണിയായപ്പോൾ അറിയിച്ചത് 2 മണിക്കൂറിനകം അമ്മയെ തുറന്ന് വീട്ടിൽ കയറ്റാമെന്നാണ്. പക്ഷേ ഇപ്പോഴും വീട് പൂട്ടിക്കിടക്കുകയാണ്. ഞങ്ങൾ അവിടെ ഉണ്ട് തത്സമയം. രമ്യക്ക് ഇതിൽ ഇടപെട്ടുകൂടെ? നമ്മൾ ഇടപെട്ടിരുന്നു. നമ്മൾ ഇടപെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് സബ് കളക്ടറിന്റെ അടുത്ത് ഇതിനു മുമ്പ് നമ്മൾ ജനപ്രതിനിധികളും അവരുടെ സ്വന്തക്കാരുൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ ഇവരുടെ ഒരു സൗഹൃദ സംഭാഷണത്തിനായിട്ട് പോയതാണ്. അതിനുശേഷം ഇവര് ഈ അമ്മയെ വീട്ടിൽ നിന്ന് ഒഴിവാക്കിയതിന്റെ കാരണം എന്ന് പറയുന്നത് അവരുടെ വീട് പണി നടക്കുകയാണ്. അപ്പൊ അമ്മയെ നോക്കാനുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞിട്ടാണ് മാളുടെ അടുത്ത് എത്തിച്ചതെന്നാണ് പറഞ്ഞത്. അതിനുശേഷം ഈ അമ്മ വീട്ടിലേക്ക് തിരിച്ചു ചെന്ന സമയം മുതലാണ് അമ്മയെ വീട്ടിൽ കയറ്റാത്ത ഒരു സ്ഥിതി ഉള്ളത്. അന്ന് മുതൽ നമ്മൾ പ്രദേശവാസികൾ ഉൾപ്പെടെ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഇടപെട്ടതാണ്. വീണ്ടും തിരിച്ചവിടെ ചെന്ന് താമസിച്ചേ പറ്റൂ എന്ന നിലപാടിലേക്ക് അമ്മ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സബ് കളക്ടറുടെ ഇടപെടൽ അവിടെ ഉണ്ടായത്. ഇന്നലെ അവിടെ താമസിക്കുന്നതിന് വേണ്ടി ഉത്തരവ് മേടിച്ച് ചെന്ന സമയത്താണ് ഇവർ വീട് പൂട്ടി പോയതായിട്ട് കാണുന്നത്. ഇന്നിപ്പോൾ ഞാനും മറ്റു പഞ്ചായത്ത് മെമ്പർമാരുൾപ്പെടെയുള്ള ആളുകൾ അവരുടെ വീട്ടിൽ ചെന്നിരുന്നു. അവര് ഇന്നും സബ് കളക്ടറുടെ അടുത്ത് പോയി വീട് തുറക്കാനുള്ള അനുമതിക്കാണ് പോയത്. അവിടെ ചെന്ന് അവരുടെ മകൻ 2 മണിക്കൂറിനകം വീട് തുറന്നു കൊടുക്കാം, അമ്മയെ അകത്ത് കയറ്റിക്കൊള്ളാം എന്നുള്ള വാക്ക് കൊടുത്തതിന് ശേഷമാണ് പോകുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ വിചാരിക്കുന്നത് ആളൊരു ഉദ്യോഗസ്ഥനാണ്, ഫോറസ്റ്റ് ഓഫീസറാണ്. ഇങ്ങനെ ഒരു സബ് കളക്ടറുടെ അടുത്ത് ഇങ്ങനെ വാതിൽ തുറന്നു കൊടുക്കാം, അമ്മയകത്ത് കയറ്റിക്കൊള്ളാം എന്ന് പറയുമ്പോൾ അതിന് തിരിച്ചൊരു വ്യത്യാസം കലർത്തുമെന്ന് നമ്മൾ വിചാരിച്ചില്ല. സ്വാഭാവികമായിട്ടും വന്ന് അമ്മയെ വീട്ടിൽ കയറ്റുമെന്ന് തന്നെയാണ് വിചാരിച്ചത്. അപ്പൊ വൈകുന്നേരം ഞങ്ങള് പഞ്ചായത്ത് മെമ്പർമാരുൾപ്പെടെ അവിടെ വന്ന് ഇതിന് കാര്യത്തിന് തീരുമാനം ഉണ്ടാക്കാം എന്ന് അമ്മയോട് ഉറപ്പ് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ശ്രീമതി രമ്യ റനീഷ്, ഇപ്പോൾ നോക്കൂ, സമയം 4:15 ഇരുട്ടാവുകയാണ്. ഒരമ്മ അവർ പുറത്തിരിക്കുകയാണ്. അവരുടെ കൂടെ അവരുടെ മറ്റൊരു മകനുണ്ട്. എന്നാൽ പോലും ആ വീടൊന്ന് തുറന്നു കൊടുത്ത് അവരെ കയറ്റുന്നതിന് വേണ്ടി ഫോറസ്റ്റ് ഓഫീസറായ സുരേഷിന് ഇത്രയും ആലോചിക്കാൻ എന്താണുള്ളത്? ഒന്നുമില്ലെങ്കിലും അയാളുടെ അമ്മയല്ലേ ശ്രീമതി രമ്യ? അതെല്ലാം ശരിയാണ് മാഡം. ഒരു കാര്യം കൂടെ ഉണ്ട്. അമ്മയ്ക്ക് സുരേഷ് എന്ന് പറയുന്ന മകൻ മാത്രമല്ല ഉള്ളത്. 3 ആൺമക്കളും 2 പെൺകുട്ടികളും ഉണ്ട്. മൂത്ത മകന് ഒരു മകന് ക്യാൻസർ പേഷ്യന്റ് ആണ്, ഒരു മകളും ക്യാൻസർ പേഷ്യന്റ് ആണ്. രണ്ടുപേരും ചികിത്സയിൽ തന്നെയാണ്, ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ബാക്കി 2 മക്കൾ കൂടിയുണ്ട്. ഇപ്പോ അമ്മ താമസിക്കുന്ന വീട്ടിൽ അമ്മയെ കയറ്റില്ല എങ്കിൽ പോലും ഇങ്ങനൊരു അവസ്ഥയിലേക്ക് അമ്മയെ തള്ളിയിടേണ്ട ഒരു കാര്യം ഈ പറഞ്ഞ ബാക്കിയുള്ള മക്കൾക്കില്ല. സുരേഷ് നോക്കിയില്ലെങ്കിൽ പോലും തൊട്ടടുത്ത വീട്ടിലേക്ക് അമ്മയെ തൽക്കാലത്തേക്ക് കൊണ്ടുപോകാനും ഇതിന് നടപടി ഗവൺമെന്റ് തലത്തിൽ തീരുമാനിക്കുന്ന സമയത്ത് നിയമ നടപടിയായിട്ട് പോയി അമ്മയെ അവിടെ കയറ്റുന്ന കാര്യമേ ഉള്ളൂ. അമ്മയ്ക്ക് ഒരിക്കലും ആ ഷെഡിനകത്ത് കിടക്കേണ്ടുന്ന കാര്യമില്ല. അത് ബാക്കിയുള്ള മക്കൾ കൂടി അതിനകത്ത് ഉത്തരവാദികളാണെന്നാണ് നമ്മൾ വിലയിരുത്തുന്നത്. ശ്രീമതി